ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ഗൗതം ഗംഭീറിനെ നിയമിച്ചു. 2020 ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് ഒഴിയുന്ന സാഹചര്യത്തിലാണ് പുതിയ പരിശീലകനെ തെരഞ്ഞെടുത്തത്. സമൂഹ മാധ്യമമായ എക്സിലൂടെ BCCI സെക്രട്ടറി ജയ്ഷായാണ് പ്രഖ്യാപനം നടത്തിയത്. 3.5 വർഷത്തേക്കാണ് ഇന്ത്യൻ ടീമിന്റെ പുതിയ കോച്ചായി ഗൗതം ഗംഭീറിനെ നിയമിച്ചത്. BCCI സെക്രട്ടറി ജയ്ഷായാണ് സോഷ്യൽ മീഡിയയിലൂടെ ഗംഭീറിനെ പുതിയ പരിശീലകനായി നിയമിച്ച വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ പരിശീലകനാണ് ഗംഭീർ എന്നും ജയ്ഷാ പറഞ്ഞു. 2027 ഡിസംബർ 31 വരെയാണ് ഗംഭീറിന് കരാർ. 2027 ഏകദിന ലോകകപ്പ് വരെയാകും ഗംഭീർ പരിശീലക സ്ഥാനത്ത് തുടരുക. നിലവിലെ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡ് T20 ലോകകപ്പോടെ സ്ഥാനമൊഴിഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പോടെ പരിശീലക സ്ഥാനത്ത് കാലാവധി കഴിഞ്ഞെങ്കിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നിർബന്ധത്തിലാണ് ദ്രാവിഡ് T20 ലോകകപ്പ് വരെ പരിശീലകനായി തുടർന്നത്. IPL-ൽ ഉപദേശകന്റെ റോളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ച ശേഷമാണ് ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും അമരത്തേക്ക് വന്നിരിക്കുന്നത്. നേരത്തെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഉപദേശകനായും ഗംഭീർ തിളങ്ങിയിരുന്നു. ഒരു ദേശീയ ടീമിനെ അദ്ദേഹം പരിശീലിപ്പിക്കുന്നതും ഇതാദ്യമായിട്ടാണ്. ഇന്ത്യക്കായി 58 ടെസ്റ്റിലും 147 ഏകദിനത്തിലും 37 T20 മത്സരങ്ങളിലും കളിച്ച ഗംഭീർ 2007 T20 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ് ഫൈനലുകളിൽ ടോപ്പ് സ്കോറർ ആയിരുന്നു. പുതിയ പരിശീലകനായി ഗംഭീർ ശ്രീലങ്കൻ പരമ്പര മുതലാകും ഇന്ത്യൻ ടീമിനൊപ്പം ചേരുക എന്നും BCCI സെക്രട്ടറി ജയ്ഷാ വ്യക്തമാക്കി. സ്പോർട്സ് ഡെസ്ക്, ജനം.